ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ബഡി ഗെയിം മാസ്റ്റർ. അപ്പം ഗൈസ്, നമ്മൾ AC ഇവിടെ ശരിയാക്കിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പം എന്തോ ശബ്ദം കേട്ട് നമ്മൾ പോയതാണ്. നമ്മുടെ വണ്ടിക്കാരോ കത്തിച്ചില്ല, കത്താറാക്കിയിട്ടുണ്ട് ഗൈസ്. ഒറ്റ വെടി കാണാൻ മതി ഗൈസ്, ഇത് പൊട്ടിത്തെറിക്കാൻ. എന്തായാലും ഗൈസ്, എനിക്ക് പുതിയ വണ്ടി മേടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നമുക്കൊരു പേഴ്സണലായിട്ടുള്ള പുതിയ വണ്ടി മേടിക്കണം. എന്തായാലും നമുക്ക് കാർ ഷോറൂം വരെ ഒന്ന് ചെന്ന് നോക്കാം അല്ലേ ഗൈസ്. ഇത് തട്ടിയും മുട്ടിയൊക്കെ മൊത്തത്തിൽ പന്നലായിട്ടാണ് ഇരിക്കുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് കാർ ഷോറൂം വരെ പോവാം. ഒത്തിരി ദൂരമുണ്ട്. എന്തായാലും ഇപ്പം കഥ കാണുക ഗൈസ്. ഇവിടെ ബ്രേക്കും ഇല്ല ഗൈസ് ഈ വണ്ടിക്ക്. കാർ ഷോറൂം എവിടെ ആയിരുന്നു അന്ന് ഞാൻ മറന്നുപോയി, ലൊക്കേഷൻ മറന്നുപോയി. എന്തായാലും ഗൈസ്, ഞാൻ ഇന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇതുവഴി കയറിയാൽ നമുക്കൊരു സീക്രട്ട് വഴിയൊക്കെ അറിയാമായിരുന്നു. എന്തായാലും ഗൈസ്, അതുവഴി പോവാം. ഗൈസ്, ബ്രേക്കില്ല ഗൈസ്, ഒരു തുള്ളി പോലും ബ്രേക്കില്ല ഗൈസ്. കത്തിപ്പോയിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. എന്തൊക്കെയാ തെറിച്ചു പോകുന്നു, ഭയങ്കര പുകയൊക്കെ വരുന്നു. വണ്ടിയെല്ലാം അടിച്ചു പോയിരുന്നാൽ മതി. ഇരിക്കുമ്പോഴേ പൊട്ടിത്തെറിക്കും എന്തോ. ഇതുവഴി പോയാലോ ഗൈസ്. ബ്രേക്ക് കിട്ടുന്നില്ല. അയ്യോ, ഇത് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. എന്തൊരു പ്രശ്നം. പറ്റുന്നില്ല ഗൈസ്. ഭയങ്കര കഷ്ടപ്പാട് ഗൈസ്. ഞാൻ ഒത്തിരി ആയിട്ട് നിൽക്കുമായിരുന്നു. പറ്റുന്നുണ്ട് ഗൈസ്. പറ്റി. നമുക്ക് ഷോറൂം അതാണോ ഇവിടെ അങ്ങനെ ഷോറൂം ഗൈസ്. നമ്മുടെ ഷോറൂമിൻ്റെ പകരം നമ്മുടെ വീട്ടിലാണോ എത്തിയെന്നൊരു സംശയം. കാരണം ഷോറൂമിൻ്റെ പുറകെ ഇങ്ങനത്തെ ഉള്ള ബിൽഡിങ്സ് ഒന്നുമില്ല ഗൈസ്. ഷോറൂം ഇതല്ല ഗൈസ്, മാറിപ്പോയതാണ്. എന്തായാലും നമുക്കൊരു ട്രിക്ക് അറിയാം ഗൈസ്, കുറുക്ക് വഴി അറിയാം. അതുവഴി നമുക്ക് പോവാം, ഷോർട്ട് കട്ട് എടുത്ത് പോവാം. പോലീസൊന്നും പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും കാർ ഷോറൂമും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, വിസിബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക് വണ്ടിയുടെ കിട്ടുന്നില്ല, തെറിച്ചൊക്കെ ഇതാക്കുന്നു. മുട്ടിയില്ല. ഇപ്പം ശരിയായി. കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഇല്ല ആൾക്ക്. വീണാക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വണ്ടി പൊട്ടിപ്പോയി. എന്തായാലും ഇത് കാഴ്സിൻ്റെ ഒക്കെ റേറ്റിംഗ് നോക്കിയിട്ട് നമുക്ക് മേടിക്കാം ഗൈസ്. മരമൊക്കെ പൊട്ടിയിട്ടുണ്ട്, ആരും കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഇറങ്ങി നമുക്ക് കാർ ഷോറൂമിൻ്റെ ഫ്രണ്ട് വഴി ഒരു ബൈക്കൊക്കെ ഇരിക്കുന്നു, കൊള്ളാമല്ലോ. ഞാൻ വന്നപ്പോഴേ ഒരു വണ്ടി കണ്ടു ഗൈസ്. അവിടെ പച്ച കളർ വണ്ടിയാണ്, ലംബോർഗിനിയാണെന്ന് തോന്നുന്നു ഗൈസ്. ലംബോർഗിനി ഏതാണെന്ന് പറയണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഈ വണ്ടി ലംബോർഗിനിയുടെ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ പച്ച കളർ സൂപ്പറുണ്ട്. പിന്നെ കൊയിനസ് അങ്ങനെ എന്താ വണ്ടിയാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3 കോടിയോ എൻ്റെ മോനെ. ഇതിന് എത്ര ചേട്ടാ? 5 കോടി. സബാഷ്. നോക്കുന്ന വിലക്കുറവായിരുന്നു. മാളിൽ കയറി നോക്കിയാലോ. മാളിൽ കയറി അതിൻ്റെ റേറ്റ് മാളത്തെ കുറവായിരിക്കും. നമ്മുടെ അക്കൗണ്ടിൽ ആകെ എത്ര രൂപ ഉണ്ടോ എന്തോ. വിളിച്ചൊന്ന് ചോദിക്കാം. ബാങ്കിൽ വിളിക്കണ്ട, ബാങ്കിൽ വിളിച്ചിട്ട് നമുക്ക് ചോദിക്കണം. നമ്മൾ ബാങ്കിലും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്കൗണ്ടിൽ 0 രൂപയാണ്. അയ്യോ, ഇടിച്ചു വീണേ, ചോരക്കറയായി മൊത്തം. ആക്ഷൻ തുടങ്ങി ഗൈസ്.
ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ഗൈസ്. ഒരു തുള്ളി പോലും പൈസ ഇല്ല. എനിക്ക് ഈ വണ്ടി മേടിക്കണം. ഈ വണ്ടിക്ക് 10 കോടിയാണെന്നാണ് അവർ പറയുന്നത്. ഭയങ്കര ലക്ഷറീസ് വണ്ടിയാണിത്. നമുക്കെന്തായാലും ഇത് മോഷ്ടിച്ചാലോ ഗൈസ്? ഒരു ഐഡിയ ഗൈസ്, നമുക്ക് മോഷ്ടിച്ചാലോ ഈ വണ്ടി? ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഗൈസ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര. എന്തായാലും നമുക്ക് ഇത് പുതിയ ഷോറൂം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് അപ്പുറത്ത് ബിൽഡിങ്ങിൽ ഒന്നും ഇരിക്കാം ഗൈസ്. എന്തായാലും ഞാൻ തീരുമാനിച്ചു ഗൈസ്, ഈ ഷോറൂമിൽ നിന്ന് കാർ അടിച്ച് മാറ്റിയിട്ടുള്ള കാര്യം. നമുക്ക് ഭയങ്കരമായിട്ട് ആ കാർ ഇഷ്ടപ്പെട്ടും പോയി. നമ്മുടെ പേഴ്സണൽ വണ്ടിയായിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് പറയണം ഗൈസ്. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റാം. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ഗൈസ്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന കളർ നമുക്ക് ഇടാം ഗൈസ്. നമ്മുടെ കാറിന് മോഷ്ടിക്കാൻ പറ്റുമോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് ഗൈസ്. എന്തായാലും അവൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം അല്ലേ ഗൈസ്? എന്തായാലും നമുക്ക് അവിടെ കാണാൻ പതിയിരിക്കുന്നു. ഞായറാഴ്ച ഉണ്ട്, ഇവിടുന്ന് ഒന്നും തുറക്കത്തില്ല ഗൈസ്. എന്തോത്തിൻ്റെ മണ്ടക്കറിയാൻ ചാടാ. കുരങ്ങനാന്ന് എനിക്ക് സംശയം. കുരങ്ങൻ്റെ വർഗത്തിൽപ്പെട്ടാലോ. ഒരു ബനിയും ഒരു ഡ്രസ്സ് പോലും ഇല്ല. അതാ ബനിയനും ഇട്ടുകൊണ്ട് കിടക്കും. ഞാൻ ചുമ്മാ അറിയാം ഗൈസ്. നമ്മുടെ ഈ ഒരു ബാഗുണ്ട്. ബാഗ് നിറയെ കുറേ തുണിയൊക്കെയാണ്. നമ്മളെന്തായാലും ഒരിടം വരെ പോവാൻ വേണ്ടിയാണ് വന്നത് ഗൈസ്. നമ്മൾ മെയിനായിട്ട് കാർ മേടിക്കാൻ ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഒരു സ്ഥലം എന്ന് പറയുന്നത് മസന്നക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ട്രെൻഡൊക്കെ എന്നേ കഴിഞ്ഞ്. എന്തായാലും ഞാൻ ഇപ്പം പറഞ്ഞതാണ്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി അവിടെ ആരും ഇല്ലെന്നാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ കുറച്ച് മുന്നേ വിളിച്ചായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ചെല്ലാം ഗൈസ്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ലംബോർഗിനിക്ക് ഇതാ പോകുന്നു. നമ്മൾ നടന്നും പോകുന്നു. ഒരു ടീഷർട്ട് മേടിക്കാൻ പൈസയുണ്ട് ഗൈസ്. നമ്മൾ മാസ്കും ടീഷർട്ടൊക്കെ നേരത്തെ മേടിച്ച് ഒളിപ്പിച്ച് വെച്ചു. നടന്നാണ് പോയത്. അതാണ് ഇത്ര ക്ഷീണം അവന് ഗൈസ്. അപ്പോൾ കാറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. മാസ്ക് എടുത്തിട്ടേക്കാം. ഒരു കറുത്ത ഷർട്ട് ഇട്ടേക്കാം. കറുത്ത ഷർട്ട് ബാഗിനകത്തുണ്ട്. കറുത്ത ഷർട്ട് മറന്നില്ല. കറുത്ത ഷർട്ടൊന്നും ഇടട്ടെ. ഓടിച്ചില്ല. ആരും ഇല്ലല്ലോ. ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും തല്ലിപ്പൊട്ടിക്കും. ഞാൻ രണ്ടുപേരടിക്കും. നമ്മൾ സ്നൈപ്പറും കാര്യങ്ങളൊക്കെ എടുത്തോളൂ. CCTV ക്യാമറ എല്ലാം ഉണ്ടോ? ഇല്ല ഗൈസ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരുത്തം കണ്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവനെ നമുക്കങ്ങ് തട്ടിയേക്കാം ഗൈസ്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് അവിടെ ആരാണ് നിൽക്കുന്നത്. ഇവിടെ ഒന്നും അല്ല. നമ്മളങ്ങോട്ട് കയറിപ്പോകുമ്പോൾ ഒരുത്തം കണ്ടായിരുന്നു. എന്നെ തട്ടിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രശ്നക്കാർ. ഒന്നല്ല 2 പേരാണ് കണ്ടിട്ടുള്ളത് ഗൈസ്. എന്തായാലും നമുക്ക് അവന് കാർ എടുത്തു കഴിഞ്ഞിട്ട് തട്ടുന്നതാണ് നല്ലത്. 2 പേരുണ്ട് ഗൈസ്. ആദ്യം ഒരാളെ കണ്ടുള്ളൂ. എന്തായാലും സ്നൈപ്പർ വെച്ച് നോക്കിയ കാര്യം. താക്കോലൊക്കെ ഉണ്ടല്ലോ. ഉണ്ട് ഗൈസ്. താക്കോലൊക്കെ ഉണ്ട്. അതെനിക്ക് മനസ്സിലായി ഗൈസ്. താക്കോലും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. എന്തായാലും വണ്ടി പറഞ്ഞു. ഇവരൊക്കെ ഈ ഒരു കാറ് പോകുമ്പോഴത്തേക്കും പോലീസുകാരായിരുന്നാൽ മതി. CCTV ക്യാമറ ഇല്ലായിരിക്കും. ഇതുവഴി പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പുറത്തൊരു വഴിയുണ്ട്. നമുക്ക് പോലീസിനെ വിളിച്ച് പറയാതിരുന്നാൽ മതി. നൈറ്റായിട്ടങ്ങനെ പോലീസ് ഒന്നും വരത്തില്ല. കാറിൻ്റെ ഷണമൊന്നും കേട്ട് വരത്തില്ലായിരിക്കും ഗൈസ്. എനിക്കെന്തായാലും അറിയത്തില്ല. നമുക്ക് അവരെ കണ്ടിട്ട് പോവാം ഗൈസ്. സ്നൈപ്പർ എടുത്തങ്ങ് കേട്ടാ.
അതാകുമ്പോൾ ആരും കാണത്തില്ലല്ലോ ഗൈസ്. ഒറ്റ വെടി മതി. മതി പേടിച്ചോടി ഗൈസ്. വെടികൊണ്ടുള്ള ശബ്ദം കേട്ട് വീണ്ടും പേടിച്ചു. സൈലൻസർ വെച്ചോണ്ട് ഭാഗ്യം റൗണ്ട് അടിച്ചു ഗൈസ്. അവന്മാർ പോലീസിനെ വിളിച്ചു പറഞ്ഞായിരുന്നു ഗൈസ്. 2 സ്റ്റാർ ഉണ്ട് ഗൈസ്. പെട്ടെന്ന് ഓടിയേ പറ്റൂ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ പഴയ വീട്ടിൽ ചില ആദ്യം ഒന്ന് കറങ്ങി പോലീസിൻ്റെ 1 സ്റ്റാർ ആക്കിയിട്ട് നമുക്ക് പോവാം ഗൈസ്. അപ്പോഴത്തേക്കും പൊക്കോളും ഗൈസ്. നമുക്കത് ചുറ്റും പതുക്കെ പോയി ഗൈസ്. ഇടിച്ചു. താങ്ക് യു ഫോർ ഹെൽപ്പിങ് സാർ. എന്തായാലും ഓടിപ്പോ പോകണം ഗൈസ്, അല്ലെങ്കിൽ പണിയാണ്. നമുക്ക് നേരെ ബീച്ച് വഴി അങ്ങ് പോവാം. ബീച്ച് റോഡ് അല്ലെങ്കിൽ റെയിൽവേ ജുറാസിക് പാർക്കിൻ്റെ അടുത്തൂടെ പോവാം. അതാകുമ്പോൾ അങ്ങനെ പോലീസ് വരത്തില്ല. പോലീസിൻ്റെ 1 സ്റ്റാർ അങ്ങ് കുറയും ഗൈസ്. പിന്നെ ഒരു 1 സ്റ്റാർ നമുക്ക് നമ്മുടെ സിറ്റിയിൽ പോലീസ് അങ്ങനെ കാണത്തില്ലായിരിക്കും. ടൗണിൽ നിന്നും സിറ്റി ആയതുകൊണ്ടാണ് പോലീസ് ഇത്ര. ടൗൺ ആകുമ്പോഴത്തേക്ക് പോലീസൊന്നും അങ്ങനെ കാണത്തില്ലായിരിക്കും. എന്തായാലും നമുക്ക് പോവാം. പോലീസൊന്നും പുറകെ ഇല്ല എന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് പോകണം ഗൈസ്. നമുക്കിങ്ങനത് പറഞ്ഞുകൊണ്ടിരിക്കാം. പോലീസ് അപ്പോഴത്തേക്കും പോവായിരിക്കും ഗൈസ്. നമ്മൾ റോഡെത്തി ഗൈസ്. ഇടിച്ച് വണ്ടിയുടെ പുറകെ. ഇതൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം ഗൈസ്. ഭയങ്കര ടഫാണ്. നമുക്ക് നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം ഗൈസ്. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോയിലായിരിക്കും ഗൈസ് നമുക്കത് ചെയ്ത് തീർക്കാം ഗൈസ്. എന്തായാലും 1 സ്റ്റാർ പോയിട്ടുണ്ട് ഗൈസ്. 1 സ്റ്റാർ പോയിട്ടുണ്ട് ഗൈസ്. ഇനി 1 സ്റ്റാറും കൂടെ ഉള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ പഴയ വീടെന്ന് പറയുന്നത് കുഴപ്പമില്ലായിരിക്കും. പഴയ വീട്ടിലെത്തുമ്പോഴത്തേക്കും പോലീസൊക്കെ പോയി കാണും ഗൈസ്. എന്തായാലും നമുക്ക് പഴയ വീട് വരെ എന്തായാലും വരെ ഓടിച്ചങ്ങ് വീടിനങ്ങ് പോയാൽ ഗൈസ്. വീടിൻ്റെ അടുത്ത് എത്താറായെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. വീടിൻ്റെ അടുത്ത് എത്താറായിട്ടില്ല ഗൈസ്. നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത് എത്തിയതേ ഉള്ളൂ. റെയിൽവേയുടെ അടുത്ത് എത്തിയതേ ഉള്ളൂ. ഭയങ്കര പോലീസ് ഒത്തിരി ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ പോലീസ് ഒത്തിരി ഉണ്ട് മോനെ. നമ്മൾ പോലീസ് പോകുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു റൗണ്ട് അടിക്കാം. പോലീസ് പോയിരിക്കും. നമുക്ക് ഒളിച്ചിരിക്കാം. പോലീസ് പോലീസ്. വണ്ടിയുടെ ഫ്രണ്ടൊക്കെ അടിച്ചു. നമുക്ക് എന്തായാലും ഇതൊക്കെ ശരിയാക്കി ഗൈസ്. നമ്മുടെ പഴയ വീട്ടിൽ 1000 രൂപ 2000 രൂപ കണക്കാണ് ഗൈസ്. അത് വെച്ച് നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. പോലീസ് പോയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് പഴയ വീട്ടിൻ്റെ ഗ്യാരേജിൽ ഇട്ടേക്കാം. ഗ്യാരേജിൽ നമുക്ക് വണ്ടി തിരിച്ച് പോകാം. കൺട്രോൾ കിട്ടുന്നുണ്ടോ? സൂപ്പർ കാറുണ്ട്. ബാറ്റ് മോബിറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. ബാക്കിൽ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു മുന്നേതോ കാർ. ഞാൻ എടുത്ത കാർ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളെന്തായാലും ഗ്യാരേജ് കൊണ്ടിടാം. ഇവിടുത്തെ ഗ്യാരേജ് കുറച്ചാൾ വെച്ചേക്കാം. ആൾത്താമസമൊന്നുമില്ല, ആരും നോക്കത്തൊന്നുമില്ല ഗൈസ്. നമ്മുടെ പഴയ വീടാണ്, പണ്ടത്തെ വീടാണ് ഗൈസ്. എടുത്ത് വെച്ചേക്കാം. ഇടിക്കും ഭയങ്കര ഇടിയാന്നല്ലോ ഗൈസ്. നമുക്കെന്തായാലും ഇതൊക്കെ നാളെ അടുത്ത വീഡിയോയ്ക്കകത്ത് റിപ്പയർ ചെയ്യണം ഗൈസ്. ഈ വണ്ടിയൊക്കെ റിപ്പയർ ചെയ്തൊന്ന് നല്ല സ്പീഡാക്കി നമുക്ക് സ്പീഡ് ടെസ്റ്റൊക്കെ ഒന്ന് അടിക്കണം ഗൈസ്. നമുക്ക് ഈ ഗ്യാരേജിൽ കയറ്റി ഇട്ടേക്കാം. പൊളി
പൊളിയായിട്ടുണ്ട്. കാറ് പൊളിയാണ് ഗൈസ്. ഞാൻ എടുത്ത കാറ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം ഗൈസ്. നമ്മളെന്തായാലും ഇവിടെ വെച്ചേക്കുന്ന പോലീസൊന്നും വരത്തില്ലായിരിക്കും ഗൈസ്, അത് കാണത്തൊന്നുമില്ല. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റ ബൈ ബൈ ഗൈസ്, സീ യു സൂൺ.